കഴിഞ്ഞ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് പല സ്ത്രീകൾക്കും ഒരുപാട് വിഷമമുണ്ടായി. പല സ്ത്രീകളും ആശങ്കയായി. എന്താണ് ഉസ്താദ് പറയുന്നത്? ഞങ്ങൾ മോശക്കാരാണെന്നോ, സ്ത്രീകൾ മോശമാണെന്നാണോ ഉസ്താദ് പറയുന്നത്? സ്ത്രീകളെക്കുറിച്ച് എന്തേ ഉസ്താദ് നല്ലത് പറയാത്തത് എന്നൊക്കെ ആശങ്കയായി പലരും നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. വേറെ ചിലർ അറിയിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും സ്ത്രീകളെക്കുറിച്ച് മോശമാണ് എന്ന് ഞാൻ പ്രയോഗിച്ചിട്ടില്ല. എന്താണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത്? ഒരു സംഭവം പറയുകയാണ് ചെയ്തത്. നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറയുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് സംഭവം? നേരത്തെ നിങ്ങൾ ആ വീഡിയോ കേട്ടതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഇസ്മായിൽ നബിയുടെ വിവാഹശേഷം കാണാൻ വേണ്ടി വന്ന സമയത്ത് ആ ഭാര്യ, ഇസ്മായിൽ നബിയുടെ ഭാര്യ പറഞ്ഞ മറുപടിയുണ്ട്. ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ്, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള പ്രയാസകരമാകുന്ന വിഷമകരമാകുന്ന വാർത്തകൾ, കംപ്ലൈൻറ്റുകൾ മാത്രം പറഞ്ഞപ്പോൾ നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഭർത്താവ് വന്നാൽ എൻ്റെ സലാം പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഭർത്താവിനോട് പറയണം, നിങ്ങളുടെ വാതിൽപ്പടി മാറ്റി വെക്കണമെന്ന് പറയണം. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് അതുപോലെ പറയുകയും അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവളോട് പറഞ്ഞു കൊടുത്തു, എന്നെ തൊലാക്ക് ചെല്ലാനാണ്, ഒഴിവാക്കാനാണ് എൻ്റെ ഉപ്പ പറഞ്ഞത്, വന്നത് എൻ്റെ ഉപ്പയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ പെണ്ണിനെ തൊലാക്ക് ചെയ്യുകയുണ്ടായി. സത്യത്തിൽ ആ പെണ്ണിൻ്റെ സ്വഭാവ മോശമാണ് അവിടെ ഉണ്ടായ കാരണം. എന്നാൽ ആ ഹദീസിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബാക്കി പറയാം എന്നുള്ളത്. ബാക്കിയും കേൾക്കണം. എന്താണത്? നല്ല സ്ത്രീകളെക്കുറിച്ചാണ്. എത്ര പ്രയാസപ്പെടുന്ന ജീവിതമാണെങ്കിലും, കഷ്ടപ്പാടുകളിൽ ജീവിക്കുകയാണെങ്കിലും നല്ലത് മാത്രം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്. എന്താണ് അവർ പറയുക? പ്രയാസങ്ങളൊന്നും പറയില്ല, എന്നാൽ നല്ലത് മാത്രം പറയും, പ്ലസ്സുകൾ മാത്രം പറയും, പോസിറ്റീവ് മാത്രം പറയും, നെഗറ്റീവ് പറയില്ല. ഭർത്താവ് ചെയ്തു കൊടുത്തത് ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ടുണ്ടാവും ഭർത്താവ് ഡ്രസ്സ് എടുത്തിട്ട്, എന്നാലും ഭർത്താവിനോട് നല്ലത് പറയും. സൈക്കോളജിയും അങ്ങനെ തന്നെയാണ്. ഭർത്താവിനോട് നല്ലത് പറയും. നിങ്ങൾ മുമ്പ് എടുത്തൊരു ഡ്രസ്സിനെ കുറിച്ച് വളരെ നല്ല ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയും. എത്ര പ്രയാസപ്പെടുകയാണെങ്കിലും, ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിക്കുകയാണെങ്കിലും നല്ല ചില സ്ത്രീകളുണ്ട്, അവരതൊക്കെ ഒരു കംപ്ലൈൻ്റായി ഭർത്താവിനോട് പറയാതെ, ഭർത്താവിൻ്റെ വിഷമത്തിൽ അവരും കൂടെ പങ്കാളിയായി ഭർത്താവിന് സന്തോഷം നൽകുന്ന, നല്ല അവസ്ഥ നൽകുന്ന ഒരുപാട് ഉമ്മമാർ, സ്ത്രീകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ പട്ടിണിയാകുന്ന സമയത്ത്, കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് ഭർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന, ഭർത്താവ് അറിയാതെ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവ് അറിയാതെ എന്ന് പറയുമ്പോൾ ഭർത്താവിന് സമ്മതമില്ലാതെ എന്നല്ല അതിനർത്ഥം, അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുക എന്നല്ല അർത്ഥം. വീട്ടിലുള്ള ഇദ്ദേഹത്തിൻ്റെ തന്നെ പൈസ കൊണ്ട്, ഇവളുടെ തന്നെ പൈസ കൊണ്ട് വാങ്ങിയ കോയിനെ ഭർത്താവ് അറിയാതെ വിൽപ്പന നടത്തി ഭർത്താവിൻ്റെ ജീവിതത്തിലെ, കുടുംബത്തിന് ജീവിക്കാൻ, മഈഷത്തിന് ചെലവ് കഴിയുന്ന ചില ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള ഭർത്താവ് വിദേശത്ത് നിൽക്കുന്ന നല്ല സാഹചര്യത്തിൽ, സമൃദ്ധിയാകുന്ന സാഹചര്യത്തിൽ നല്ല പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതിലെ ഭൂരിപക്ഷവും പെണ്ണ് എടുത്തു വെച്ച് ഭർത്താവ് നാട്ടിൽ വന്നാൽ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ആ ക്യാഷ് മുഴുവനും ഏൽപ്പിച്ച് ഒരു സന്തോഷത്തോടുകൂടെ ഭർത്താവ് സ്വീകരിക്കുന്ന, വളരെ നല്ല അനുഭൂതി നിറഞ്ഞ കാഴ്ച ഉണ്ടാക്കുന്ന സ്ത്രീകളുമുണ്ട്. അവരെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞത് ബാഡ് വൈഫിനെ കുറിച്ചാണ്, ഇനി പറയുന്നത് ഗുഡ് വൈഫിനെ കുറിച്ചാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഏതിൽ പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഏതിലാണ് പെടേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. ഹബീബുല്ലാഹി നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീണ്ടും നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കിയും കൂടെ വായിക്കാം നമുക്ക്. എന്താണ് പറയുന്നതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ കാണാൻ വേണ്ടി പിന്നെയും വന്നു. നേരത്തെ വന്ന ആ പെണ്ണ് ജുർഹും ഗോത്രത്തിലെ ഒരു പെണ്ണായിരുന്നു. അതേ ഗോത്രത്തിൽ തന്നെ വീണ്ടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് പിന്നെ പറയുന്നതെന്താ? രണ്ടാമത്തെ പെണ്ണ് പറയുന്നതെന്താണ്? സുബ്ഹാനല്ലാഹ്, അവരെക്കുറിച്ച് ചോദിച്ചു. ഫഖാലത്ത്, ആ പെണ്ണ് പറയാൻ, നഹ്നു ബിഖൈരിൻ വസഅത്തിൻ, ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ, ഞങ്ങൾ നല്ല വിശാലതയിൽ ജീവിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പെണ്ണ് പറയുന്നത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്,
ആ പെണ്ണ് പറയുകയാണ്, ഞങ്ങൾ നല്ല റാഹത്തിൽ ജീവിക്കുകയാണ്, സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ഫഇദാ ജാഅ സൗജുക്കി ഫഅഖ്രിഹി അലൈഹിസ്സലാം. നിങ്ങളുടെ ഭർത്താവ് വന്നാൽ നിങ്ങൾ എൻ്റെ സലാം നിങ്ങളുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം, ഭർത്താവിനോട് പറയണം. എന്നിട്ടോ നിങ്ങൾ എൻ്റെ സലാം പറഞ്ഞിട്ട് നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയുമോ? ഹബീബുല്ലാഹ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുമോ? വമുരീഹി യുസ്ബിതു അതബത ബിബാബിഹി. നിങ്ങളുടെ വാതിൽപ്പടി നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ പെൺകുട്ടിയോട് വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വന്നു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വന്നിട്ട് പറയാണ്, ഇവിടെ ആരോ വന്നിരുന്നോ എന്ന് ചോദിച്ചു. ആ പെണ്ണ് പറയാണ്, ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നിരുന്നു, നല്ല റാഹത്തുള്ള നല്ല രൂപമുള്ള ഒരു പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു അവർ പറഞ്ഞു, അവർ സ്ഥിതിവിശേഷങ്ങൾക്ക് ചോദിച്ചു. ഞാൻ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിലും റാഹത്തിലും വളരെ നല്ല സമൃദ്ധിയിലും ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ട്, കുറച്ചാണെങ്കിലും ഉള്ളത് ഉഷാറായി ജീവിക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് ഞാൻ വളരെ നല്ല ഉഷാറാക്കി പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഭർത്താവ് വന്നാൽ നിങ്ങൾ ഭർത്താവിനോട് പറയണം, ഈ വാതിൽപ്പടി നിലനിർത്താൻ വേണ്ടി പറയണമെന്ന് ഈ പെണ്ണ് പറയുകയാണ്. അതെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തുടർന്ന് പറയാണ്, ആ പ്രായമുള്ള മനുഷ്യൻ എൻ്റെ ഉപ്പയാണ്, എൻ്റെ പിതാവാണ്. ആ വാതിൽപ്പടി നിലനിർത്താൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നിങ്ങളെ എൻ്റെ ഭാര്യയായി തുടരണമെന്നാണ്. നേരത്തെ എനിക്ക് വേറെ പെണ്ണുണ്ടായിരുന്നു, ആ പെണ്ണിനെ വിവാഹമോചിതനാക്കാൻ വേണ്ടി എൻ്റെ ഉപ്പ ആവശ്യപ്പെട്ടതാണ്. ഇതുപോലെ ഒരിക്കൽ വന്നപ്പോൾ അവൾ ഭയങ്കര വിഷമം പറഞ്ഞു. പക്ഷേ നിങ്ങൾ സന്തോഷം പറഞ്ഞത് കൊണ്ട് നിങ്ങളെ നിലനിർത്താൻ വേണ്ടിയാണ് എൻ്റെ ഉപ്പ പറഞ്ഞത് എന്ന് ആ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തൻ്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ലത് പറയണം. അങ്ങനെ നല്ലത് പറഞ്ഞാൽ നമുക്ക് നല്ലതുണ്ടാകും. അതിൻ്റെ മുമ്പ് ഇതൊക്കെ നല്ല വിശേഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നു. നല്ല കുടുംബം ഉണ്ടാകാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യണം, എന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അസാബി ലശദീദ്. സുബ്ഹാനല്ലാഹ്, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അസാബി ലശദീദ്. നിങ്ങൾ ധിക്കാരികളാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ ഗൗരവമുള്ളതാണെന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. ഇവിടെ നൽകുന്ന പാഠം, സ്ത്രീകൾ നല്ലത് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആളുകളോടൊക്കെ ഗുണവിശേഷങ്ങൾ പറയുമ്പോൾ നന്മ പറഞ്ഞാൽ അതിൽ ഒരുപാട് ഖൈറാത്തുകൾ ഉണ്ടാകും, ഒരുപാട് നീളും. അത് നന്മ ചെയ്താൽ ഒരുപാട് കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ സംഭവത്തിലൂടെ നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഭാര്യമാരൊക്കെ നല്ല സദ്വൃത്തരായ ഭാര്യമാരിൽ ഉൾപ്പെടുത്തി തരും.